ആരിഫ് ഹുസൈൻ, PFIയെ നിരോധിച്ചപ്പോൾ തന്നെ SDPIയെയും പൂട്ടേണ്ട നടപടികൾ സ്വീകരിക്കേണ്ടതായിരുന്നില്ലേ? കാരണം ഒരേ ആശയധാരയുള്ളവർ ആണ് ഈ രണ്ട് പ്രസ്ഥാനങ്ങളിലും ഉള്ളത്. ജിഹാദിസം ഞാൻ നേരത്തെ ചൂണ്ടിക്കാട്ടി, ദേശവിരുദ്ധതയും മുഖമുദ്രയാക്കിയ ഒരു പാർട്ടിയെ നിരോധിക്കാൻ കൂടുതൽ തെളിവുകളുടെ ആവശ്യമുണ്ടോ? തെളിവുകളുടെ ആവശ്യം എന്തായാലും ഉണ്ട്. കാരണം അങ്ങനെയാണല്ലോ നമുക്കൊരു ജനാധിപത്യ സംവിധാനത്തിൽ ഒരു തീരുമാനം എടുക്കാൻ കഴിയുള്ളൂ. അല്ലാതെ എടുത്തു ചാടി നമുക്ക് ഒരു വിരോധം തീർക്കുന്ന പോലെയോ അങ്ങനെയൊന്നും ചെയ്യാൻ കഴിയില്ല. മാത്രമല്ല, പോപ്പുലർ ഫ്രണ്ട് SDPIക്കാരുടെ ഏറ്റവും വലിയ ഒരു മുദ്രാവാക്യം അല്ലെങ്കിൽ അവരുടെ ഏറ്റവും വലിയൊരു ഇരവാദം എന്ന് പറയുന്നത് ഭരണകൂട വേട്ട അല്ലെങ്കിൽ ഭരണകൂട ഭീകരത എന്ന് പറയുന്ന ഒരു വാക്ക് തന്നെയാണ്. അത് കണ്ടുപിടിച്ചതുപോലും അവരാണെന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ ഇപ്പോൾ നമ്മൾ ഈ ഒരു വിഷയത്തിൽ പോലും ചർച്ചകൾ പല TV ചാനലുകളിലും നമ്മൾ കാണുമ്പോൾ അവിടെയും അവർ കാണുന്നത് ഇത് ഭരണകൂട വേട്ടയാണ്, ഭരണകൂട ഭീകരതയാണ് എന്ന് പറഞ്ഞിട്ട് ഇതിനെ എഴുതി തള്ളാനോ അല്ലെങ്കിൽ ഈ ചർച്ചയെ വഴിതിരിച്ചു വിടാനാണ് അവർ നോക്കുന്നത്. അപ്പോൾ നമ്മൾ ചോദിക്കുകയാണ്, സത്യത്തിൽ ഭരണകൂട വേട്ടയാണോ എന്ന് നമ്മൾ നോക്കുക. ഇതൊരു ഭരണകൂട വേട്ടയാണ്. ആരുടെ ഭരണകൂട വേട്ട? തീവ്രവാദ പ്രവർത്തനത്തിന് കോപ്പ് കൂട്ടി അങ്ങനെയുള്ള ആളുകളെ വേട്ടയാടണം. ആ ഒരു കാര്യം ചെയ്ത ആളുകളെ വേട്ടയാടേണ്ടത് ഭരണകൂടത്തിന്റെ ബാധ്യതയാണ്. ഇനി ഇതുപോലെ കുഴൽ പണമോ അതല്ലെങ്കിൽ മറ്റ് ഹവാല ഇടപാടുകളും കള്ളപ്പണം വെളുപ്പിക്കലുമായി ബന്ധപ്പെടുത്തി അതുമൊക്കെ വെച്ചുകൊണ്ട് തീവ്രവാദത്തിന് പണം കണ്ടെത്തുന്ന വഴി അതവർ ചെയ്തിട്ടുണ്ടോ? ഉണ്ട് എന്നുള്ളതിനാണ് തെളിവ്. അപ്പോൾ അത് ചെയ്ത ആളുകളെ ഭരണകൂടം വേട്ടയാടണം. കാരണം നമ്മൾ വേട്ടയാടുന്നതിന് തുല്യമായിട്ടുള്ള കാര്യങ്ങൾ വേറെയും പറഞ്ഞു വെച്ചിട്ടുണ്ടല്ലോ. നമ്മളുടെ ഇവിടുന്ന് ഓടി രക്ഷപ്പെട്ടു പോയിട്ടുള്ള പല ലളിത് മോദി അങ്ങനെ പല ആളുകളും തിരിച്ചു കൊണ്ടുവരണം എന്നൊക്കെ പറയും, നമ്മൾ കേട്ടിട്ടുണ്ട്. അവരൊക്കെ വേട്ടയാടി കൊണ്ടുവരണം എന്നാണ് പറഞ്ഞത്. അപ്പോൾ ആ വേട്ട നിങ്ങൾക്ക് ഓക്കെ ആണെങ്കിൽ ഈ വേട്ടയും ഓക്കെ ആകണം. അതല്ലാതെ ഇത് ഹലാൽ വേട്ടയും ഹലാൽ അല്ലാത്ത വേട്ടയും അങ്ങനെയൊന്നും ഇതിനകത്ത് കാണേണ്ട കാര്യമില്ല. ഇതൊരു കൃത്യമായ കുറ്റകൃത്യമാണെന്ന് കാണുമ്പോൾ അത് പറയണം. ഇനി ഇതിൽ ഈ റിപ്പോർട്ടിൽ നമ്മൾ കാണുന്ന 2-3 സ്റ്റേറ്റ്മെന്റ്സ് ഇവിടെ പറഞ്ഞു. ഇന്റേണലി ഒരു ഇസ്ലാമിക് ഒരു മൂവ്മെന്റും എക്സ്റ്റേണലി നമ്മളൊരു സോഷ്യൽ മൂവ്മെന്റും എന്ന് പറയുമ്പോൾ എന്താണത്? നിങ്ങൾക്കത് ആ ഒരു പ്ലെയിൻ സെന്റൻസിലാണ് കാണാൻ സാധിക്കുക എന്നുണ്ടെങ്കിൽ എന്നെ സംബന്ധിച്ചോളം അത് കാണുമ്പോൾ അത് തക്കിയാണ്. അതായത് നമ്മളുടെ ഉള്ളിലുള്ള സാധനം അത് പച്ചയ്ക്ക് നമ്മൾ പറഞ്ഞാൽ അത് വലിയ പ്രശ്നമാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ അത് പുറത്ത് അങ്ങനെ എപ്പോഴും എടുക്കരുത്. അത് നമ്മൾ അകത്ത് വെക്കുക. നമ്മൾ കുറച്ച് തക്കിയ കൈകാര്യം ചെയ്യുക. പുറത്ത് നമ്മൾ ഇതുപോലുള്ള സാധനങ്ങൾ പിന്നെ അങ്ങനെ ചെയ്യുന്ന ആളുകളെ അത് തിരിച്ചറിഞ്ഞു കഴിയുമ്പോൾ അവരെ വേട്ടയാടണ്ടേ? ആ ഭരണകൂട വേട്ടയോടൊപ്പമാണ് ഞാൻ നിൽക്കുകയുള്ളൂ. ഇനി മറ്റൊരു വേട്ട ഇവർ പറഞ്ഞു വെച്ച ഇവരുടെ 2047 മിഷൻ ഒരു ഡോക്യുമെന്റ് ഉണ്ടായിരുന്നു. അതിനകത്ത് എന്താ അവർ എഴുതി വെച്ചിരിക്കുന്നത്? ഓരോ സ്റ്റേജ് ബൈ സ്റ്റേജ് അവർ എണ്ണവിട്ട് എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. അതിൽ ഒരു ഘട്ടത്തിൽ അവർ എഴുതി വെച്ചിരിക്കുന്ന സംഗതിയാണ്, അതായത് നമ്മളുടെ ലക്ഷ്യം കൈവരിക്കുന്നത് വരേക്കും ഈ നാട്ടിലുള്ള പല സാധനങ്ങളും നമ്മൾ ഉപയോഗിക്കണം, അതിനെ നമ്മൾ എക്സ്പ്ലോയിറ്റ് ചെയ്യണം എന്നാണ് അവർ പറഞ്ഞു വെക്കുന്നത്. എന്തൊക്കെയാണത്? നമ്മളുടെ ദേശീയ ചിഹ്നങ്ങൾ, അതായത് പതാക, കോൺസ്റ്റിറ്റ്യൂഷൻ, അതുപോലെ അംബേദ്കർ, അതുപോലെ SC/ST OBC വിഭാഗങ്ങൾ, ഇതൊക്കെ അവരുടെ ഈ ലക്ഷ്യത്തിലേക്കുള്ള വെറും ചവിട്ടുപടികൾ മാത്രമാണ്. അതായത് ഈ കോൺസ്റ്റിറ്റ്യൂഷൻ എന്നൊക്കെ പറയുന്നതിന് ഒരു പറ്റുപുസ്തകത്തിന്റെ വില പോലും അവർ കൊടുക്കുന്നില്ല എന്നുള്ളതാണ് നമുക്ക് കാണാൻ കഴിയുക. ഇതൊക്കെ ഉപയോഗിച്ച് നമ്മളുടെ ലക്ഷ്യം കൈവരിച്ച് കഴിയുമ്പോൾ നമ്മൾ ആ കോൺസ്റ്റിറ്റ്യൂഷൻ എടുത്ത് മാറ്റി അത് കത്തിച്ച് കളഞ്ഞിട്ട് നമ്മൾ അവിടെ ഒരു സാധനം അവിടെ ഇറക്കും. അതാണ് നമ്മളുടെ ഇസ്ലാമിക ശരിയ ആ നിയമം അവിടെ ഇറക്കി വെക്കും. ഇതാണ് അവിടെ ഇങ്ങനെ പറഞ്ഞു വെക്കുകയും ഇങ്ങനെ ചെയ്തു വെക്കുകയും ചെയ്ത ആളുകളെ വേട്ടയാടണം. അതിന് ഭരണകൂട വേട്ട എന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക് തള്ളിക്കളയാൻ കഴിയില്ല. ആ ഭരണകൂട വേട്ടയോടൊപ്പമാണ് എനിക്ക് നിൽക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഇങ്ങനെ ഓരോ വിഷയത്തിലും തെളിവുകൾ വേണം. അതില്ലാതെ നമുക്ക് ചെയ്യാൻ കഴിയില്ല. പക്ഷേ ആ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ ഒരു കാര്യം ചെയ്യുമ്പോൾ അതിനോടൊപ്പം കൂടെ നിൽക്കണം എന്നുള്ളതാണ് ഇതിനകത്ത് പ്രധാനമായിട്ട് നമ്മൾ പറയുന്നത്. ഇനി ഇവിടെ ഇന്നിപ്പോൾ ക്ഷണിച്ചപ്പോൾ കോൺഗ്രസിൻ്റെ ആളുകൾ വന്നില്ല എന്ന് പറഞ്ഞൊരു കാര്യം അതിവിടെ സൂചിപ്പിച്ചു. ഇത് സൂചിപ്പിക്കുന്ന എന്താണ്? ഇതിൽ ഒരു വളരെ കൃത്യമായിട്ടുള്ളൊരു കാര്യം അതിവിടെ തെളിവുകളോട് ഒപ്പം അതുപോലെ മറ്റു പല രീതിയിൽ അത് മുന്നിലേക്ക് വന്നിട്ട് അതോടൊപ്പം തന്നെ ഇപ്പോൾ പുറത്തുവിട്ട ഇതിനകത്ത് ഫൈസി സാഹിബ് എന്ന് പറഞ്ഞ് അഡ്രസ്സ് ചെയ്തിട്ട് തന്നെ കത്തെഴുതിയതൊക്കെ നമുക്കിവിടെ കാണാം. എന്നിട്ടും അതിനകത്തൊരു തീരുമാനം എടുക്കാൻ അങ്ങ് ഹൈക്കമാൻഡിന്റെ ഓർഡർ വേണമെന്ന് പറഞ്ഞിരിക്കുന്ന ഇവിടുത്തെ കോൺഗ്രസിന്റെ ആളുകളെ കാണുമ്പോൾ നമുക്ക് ഇവിടെ ഒരു കാര്യം വ്യക്തമാവാണ്. സത്യത്തിൽ ഈ ജിഹാദികൾക്ക് ഏറ്റവും കൂടുതൽ ഇത്ര നാളും അവരോടൊപ്പം നിന്ന് ഈ പണിക്ക് കൂട്ടു നിന്നിരുന്നത് എന്ന് നമ്മൾ വിചാരിച്ചിരുന്നത് ഇവിടുത്തെ ഇടതുപക്ഷമാണെന്നാണ് നമ്മൾ വിചാരിച്ചത്. പക്ഷെ അതല്ല എന്നും അങ്ങനെ ഇവിടെ നമ്മൾ യഥാർത്ഥത്തിൽ കോൺഗ്രസ് ആണ് ഇവിടുത്തെ ഇടതുപക്ഷമൊന്നും തിരിച്ചറിയുകയും മാത്രമല്ല ഇവിടെ ഇന്നിപ്പോൾ ഹാജരായിട്ടുള്ള നമ്മളുടെ ഇടതുപക്ഷത്തിന്റെ പ്രതിനിധി ഇരിക്കെ തന്നെ ഞാൻ പറയാണ്, കേരളത്തിൽ ഏതെങ്കിലും ഒരു പാർട്ടി പച്ചയായിട്ട് അതിനെതിരെ പറഞ്ഞുകൊണ്ട് 2018-ലോ 2019-ലോ ആണെന്നാണ് എൻ്റെ ഓർമ്മ, അഭിമന്യു കൊലപാതകവുമായി കണക്ട് ചെയ്തുകൊണ്ട് ആ സമയത്ത്
കേരളത്തിലുടനീളം ഈ പറയുന്ന SDPI നടത്തുന്ന ഇത്തരം ശ്രമങ്ങളെ തുറന്നു കാണിക്കാൻ വേണ്ടി അതിനു വേണ്ടിയിട്ട് ഒരു എന്താണ് ഒരു അവയർനെസ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ശ്രമം ആഹ്വാനം ചെയ്തതും നടത്തിയതും ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടി തന്നെയാണ്. അത് നമ്മളിവിടെ പറയണം. അങ്ങനെ അവർ ചെയ്തിട്ടുണ്ട്, ഒരു ഘട്ടത്തിൽ അവർ ചെയ്തിട്ടുണ്ട്. പിന്നീട് അവിടെ നിന്ന് അങ്ങോട്ട് പല രീതിയിൽ മാറ്റങ്ങൾ വരുന്നു. പക്ഷേ ഈ അടുത്ത് നമ്മൾ കണ്ടത് എന്താണ്? വോട്ട് ഇതുപോലെ പാർട്ടികൾക്ക് നമ്മൾ കൊടുത്തിട്ടുണ്ട് എന്ന് പറയുന്ന ഒരു കാഴ്ച കാണുന്നു. അത് പലപ്പോഴും ഇവിടെ കോൺഗ്രസിനായിരുന്നു. അപ്പോൾ അങ്ങനെ നോക്കുന്ന സമയത്ത് ഇന്നിവിടെ കോൺഗ്രസിന്റെ ഈ അസാന്നിധ്യം എന്ന് പറയുന്നത് സത്യത്തിൽ നമ്മളുടെ ഇടയിൽ ആരാണ് യഥാർത്ഥത്തിൽ ഈ ന്യൂനപക്ഷ വർഗീയത വളർത്തുന്നതിനും അത് കൂട്ടുപിടിച്ചുകൊണ്ട് ഇത്തരം കാര്യങ്ങൾക്ക് ഈ രാജ്യത്തെ തന്നെ ഒറ്റുകൊടുക്കുന്നതിനും കുട്ടിച്ചോറാക്കുന്നതിനും കൂട്ടുനിൽക്കുന്നത് എന്നത് തിരിച്ചറിയാനുള്ളൊരു വഴി കൂടിയായിട്ടാണ് ഇവിടെ ഇത് മാറിയിരിക്കുന്നത്. അല്ല, മുസ്ലിം ലീഗ് ജമാഅത്തെ ഇസ്ലാമിയുമായും അതുപോലെ SDPIയുമായിട്ട് ഒക്കെ കൂട്ടുകൂടുന്നു എന്നൊരു പരാമർശമാണല്ലോ MV ഗോവിന്ദന്റെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്നത്. അല്ല, പുരപ്പുറത്ത് ഇരുന്ന് പ്രസംഗിക്കുമ്പോഴും ഈ അറസ്റ്റുമായി ബന്ധപ്പെട്ട ഒരു പരാമർശവും ഉണ്ടായിട്ടില്ല. MV ഗോവിന്ദന് വേണമെങ്കിൽ പച്ചക്ക് പറയാമായിരുന്നു, അല്ലേ? കള്ളപ്പണ SDPIയുടെ ദേശീയ അധ്യക്ഷനെ അറസ്റ്റ് ചെയ്തതിൽ ഒരു തെറ്റുമില്ല എന്ന് ഗോവിന്ദന് മാത്രമാണ്. അത് മാത്രമാണ് എനിക്ക് ഇതിനകത്ത് ഈ ഇടതുപക്ഷത്തോടുള്ള ഒരു വിയോജിപ്പ് ഇപ്പം എനിക്ക് രേഖപ്പെടുത്താനുള്ളത്. കാരണം അതിപ്പോൾ ഈ ഒരു വിഷയത്തിൽ നിന്ന് മാത്രമല്ല, പോപ്പുലർ ഫ്രണ്ടിനെ അറസ്റ്റ് ഒരു ബാൻ ചെയ്യുന്ന സമയത്തും ആ വാർത്ത വന്ന ഘട്ടത്തിൽ പോലും അത് നന്നായി എന്ന് ഒറ്റ ശ്വാസത്തിൽ പറയാൻ ഇവിടുത്തെ ഇടതുപക്ഷത്തിന് പോലും അന്ന് സാധിച്ചിട്ടില്ല. അവിടെയും അത് പറയണമെന്നുണ്ടെങ്കിൽ അവർക്ക് RSS അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഹിന്ദു സംഘടന അതൊക്കെ പറഞ്ഞിട്ടല്ലാതെ ഇത് പറയാൻ പറ്റാത്തൊരു അവസ്ഥ ഉണ്ടായിരുന്നു. ഞാൻ പറയുന്നു, ഇത് ഇനിയെങ്കിലും നിങ്ങൾ തിരിച്ചറിയാം. ഇത് തിരിച്ചറിഞ്ഞ് അത് പച്ചയ്ക്ക് പറയാം. പച്ചയ്ക്ക് പറഞ്ഞില്ല എന്നുണ്ടെങ്കിൽ ഇവിടെ വലതുപക്ഷം നിങ്ങൾ ശക്തിപ്പെടുന്നു എന്ന് പറയുന്ന സാധനം ഇങ്ങനെയാണ് ശക്തിപ്പെടുന്നതെന്ന് ഇനിയെങ്കിലും മനസ്സിലാക്കാന്നാണ് ഞാൻ പറയുക. അത് മാത്രമല്ല, ഇത് ഈ കേരളത്തിലോ അല്ലെങ്കിൽ ഇന്ത്യയിലോ മാത്രം നടക്കുന്ന ഒരു കാര്യമല്ല. ഇത് ആഗോളതലത്തിൽ നടക്കുന്നതിൻ്റെ ഒരു റിഫ്ലക്ഷൻ മാത്രമാണ് ഇവിടെ. ഇത് ഒരു SDPI പോപ്പുലർ ഫ്രണ്ട് എന്ന് പറയുന്നത് ഇന്ത്യയിലെ ഹമാസ് ആണെന്ന് നമുക്ക് കൃത്യമായിട്ട് പറയാൻ കഴിയും. ഒരു ഇന്ത്യൻ ഹമാസ് ആണ് ഈ സംഗതി. അല്ലെങ്കിൽ അതിനേക്കാൾ കൂടി വല്ല സാധനം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് വിളിക്കാം. ഒരു തീവ്രവാദ കൂട്ടം തന്നെയാണ്. അവരുടെ ലക്ഷ്യം ജിഹാദാണ്. അത് അവരുടെ മാർഗം എന്ന് പറയുന്നത്, ലക്ഷ്യം എന്ന് പറയുന്നത് ഇസ്ലാമിക രാജ്യം നിർമ്മിക്കുക എന്നുള്ളതാണ്. അത് അവർ കൃത്യമായിട്ട് എഴുതി വെച്ചിട്ടുണ്ട്. അതിന് വേണ്ട ഫണ്ട് കണ്ടെത്താനുള്ള വഴികൾ അവർ എഴുതി വെച്ചിട്ടുണ്ട്. നമ്മൾ ഈ ജിഹാദ് എന്ന ഒരു സംജ്ഞ ഉപയോഗിക്കുന്നുണ്ടല്ലോ. ഇപ്പോൾ സാമൂഹ്യ മാധ്യമങ്ങളിലൊക്കെ അത്തരം ഒരു സംജ്ഞ ഉപയോഗിക്കുന്ന സമയത്ത് ഈ കടന്നൽ കൂട്ടം ചോദിക്കുന്നത്, താങ്കൾക്ക് എന്തറിയാം ഈ ജിഹാദിനെ കുറിച്ച്? അതുകൂടി ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യുന്നത് നന്നായിരിക്കും. ആ ജിഹാദ് എന്തോ നല്ല കാര്യമാണ്, പുണ്യപ്രവൃത്തിയാണെന്നുള്ള രീതിയിലാണ് അങ്ങനെ വ്യാഖ്യാനം കൊടുക്കുകയാണ് ഇവർ. അതെ, അതായത് ജിഹാദ് എന്ന് പറയുന്ന സംഗതി ഇസ്ലാമിൽ ഒരു വലിയൊരു കൺസെപ്റ്റാണ്. അപ്പോൾ സാധാരണ ഒരു മതവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവർ ഈ സംഗതി പഠിക്കുന്നില്ല മദ്രസയിലോ അല്ലെങ്കിൽ വേറെ എവിടെയെങ്കിലും. ഇപ്പം നമ്മളൊന്നും ഈ ജിഹാദിനെ കുറിച്ച് പഠിച്ചത് നമ്മളുടെ ഈ സമസ്ത പഠിപ്പിക്കുന്ന മദ്രസയിലൊന്നുമല്ല. എന്താണ് ഈ ജിഹാദ് എന്ന് നമ്മൾ പഠിച്ചിട്ടുള്ളത്. പക്ഷേ ചില കാര്യങ്ങൾ ചെയ്യണമെന്നും ചില നല്ല കാര്യങ്ങളൊക്കെ ചെയ്യണമെന്നൊക്കെ പറഞ്ഞ് പഠിപ്പിച്ചിട്ടൊക്കെ തന്നെയാണ് മദ്രസയിൽ നിന്ന് ഇറങ്ങുന്നത്. അപ്പം നമ്മൾ പിന്നീടാണ് മനസ്സിലാവുന്നത്, നിങ്ങളിപ്പോൾ ഒരു വ്യക്തിയെ കാണുമ്പോൾ അവനോട് ചിരിക്കാൻ പറയുന്നത് മുതൽ, അല്ലെങ്കിൽ നിങ്ങൾ മറ്റൊരാൾക്ക് സന്തോഷം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും ഒരു കാര്യം ചെയ്യുന്നത് മുതൽ, ഇതെല്ലാം ജിഹാദാണെന്നൊരു വശത്ത് പറയുന്നുണ്ട്. ഇതിനെ നമ്മൾ ഒരു മൈൽഡ് ജിഹാദ് എന്നൊക്കെ വേണമെങ്കിൽ വിളിക്കാം. പക്ഷേ ഇതിൻ്റെ അപ്പുറത്തേക്ക് കടക്കുമ്പോൾ ഇതിൻ്റെ ലെവൽ മാറും. അപ്പോൾ സ്വന്തം ശരീരത്തോട് ചെയ്യുന്ന കുറേ കാര്യങ്ങൾ മൈനർ ജിഹാദ്, പിന്നെ അവിടുന്ന് അങ്ങോട്ട് മേജർ ജിഹാദിലേക്ക് പോകുമ്പോൾ അവിടെ വേറെ ലെവലാണ്. ആ അൾട്ടിമേറ്റ് എയിം എന്ന് പറയുന്നത് ഇസ്ലാം ഇവിടെ ലോകത്ത് സ്ഥാപിക്കാൻ വേണ്ടിയിട്ട്, അതായത് ലോകം മുഴുവൻ, ഭൂമി മുഴുവൻ, ദീൻ മുഴുവൻ അത് ഇസ്ലാം ആകുന്നത് വരേക്കും നിങ്ങൾ യുദ്ധം ചെയ്തു കൊള്ളുക. ആ യുദ്ധം ചെയ്യുന്നതിനെയും ജിഹാദ് തന്നെയാണ് വിളിക്കുക. അത് ഒഫൻസീവാണ്. അവിടെ ആയുധമാണ് അവിടെ ഉപയോഗിക്കുന്നത്. അപ്പോൾ ജിഹാദ് എന്ന് പറയുന്നത് പല തരമുണ്ട്. ആ പല തരത്തിൽപ്പെട്ട, ഇപ്പം നഖം വെട്ടുന്നത് അടക്കം ഒരു ജിഹാദായിട്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് പറയാം. പക്ഷേ അവിടെ നിന്ന് നിൽക്കില്ല. അത് പിന്നെ യുദ്ധത്തിലേക്കും പോകും. അപ്പോൾ ഇങ്ങനെ പല കാറ്റഗറിയിലുള്ള സാധനങ്ങളാണ് ഇതിനകത്ത് വരുന്നത്. ഇപ്പം നമ്മൾ ഈ പറഞ്ഞ ഈ കമൻ്റ് ഇടുന്ന സമയത്ത് പറയുന്ന വിശ്വാസികൾ, അവരെ സംബന്ധിച്ചിടത്തോളം ഈ ഒഫൻസീവ് ജിഹാദിനെ കുറിച്ച് അവർക്ക് അറിയാത്തതുകൊണ്ടാണ്. അവരെവിടെയെങ്കിലുമൊക്കെ അന്വേഷിക്കുമ്പോൾ മനസ്സിലാവുക ഇങ്ങനെ സ്വന്തം ശരീരത്തോട് ചെയ്യുന്ന കാര്യങ്ങൾ, മറ്റൊരാൾക്ക് വേണ്ടി ചെയ്യുന്ന കാര്യങ്ങൾ. ഇപ്പോൾ ജോസഫ് മാഷെ കൈവെട്ടിയിട്ട് ചോര കൊടുത്ത ഒരു ജിഹാദ് ആണെന്നാണ് അവർ പറയുക. അത് വേണമെങ്കിൽ നമുക്ക് അങ്ങനെ പറഞ്ഞ് തന്നെ സ്ഥാപിക്കാനൊക്കെ പറ്റും. കൈ വെട്ടിയതും ജിഹാദാണ്, അതാണ് സംഗതി. അത് പറയുന്നില്ല. അപ്പോൾ ഒരു വലിയ ജിഹാദ് ചെയ്തിട്ട് അതിൻ്റെ ബാക്കി കുറച്ച് ചോരയും കൂടി കൊടുക്കുമ്പോൾ 2 ജിഹാദാണ് അവിടെ ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമ്മൾ പറയുന്നത് ഈ 2 ജിഹാദിൻ്റെ ആവശ്യമില്ല. ആദ്യത്തെ വെട്ട് നടന്നില്ല, ആ വലിയ ജിഹാദ് നടന്നില്ല എന്നുണ്ടെങ്കിൽ പിന്നെ രണ്ടാമത്തെ ജിഹാദിൻ്റെ ആവശ്യമില്ലല്ലോ. ഇങ്ങനെ ഇതിൻ്റെ സാങ്കേതികമായിട്ടുള്ള കാര്യങ്ങൾ പോകുമ്പോൾ ഈ രീതിയിലേക്കാണ് പോവുക. അപ്പോൾ നമ്മൾ പറയുന്നത് ഇത് ഒരു ഹോൾ പാക്കേജാണ്. നിങ്ങൾക്ക് ഈ സാധനത്തിൽ നിന്ന് അത് മാത്രം എടുക്കുക, ഇത് മാത്രം എടുക്കുക, അങ്ങനെ നടക്കില്ല. ഈ ഇസ്ലാമിക രീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഒരു പാക്കേജായിട്ട് എടുക്കുമ്പോൾ അതിൻ്റെ കൂടെ വരുന്ന ഒരു സാധനമാണ് ഈ ജിഹാദ് എന്ന് പറയുന്നത്. അതില്ലാതെ നിങ്ങൾക്കൊരു ഇസ്ലാമിക രാജ്യം സങ്കല്പിക്കാൻ പോലും കഴിയില്ല എന്നുള്ളതാണ് അവിടെ നമ്മൾ പറഞ്ഞു വെക്കുന്നത്. ഇത് മനസ്സിലാക്കാത്ത ആളുകളാണ്, ഇത് പഠിക്കാത്ത ആളുകളാണ് ഇതല്ല ജിഹാദ് എന്ന് പറഞ്ഞിട്ട് ഇവിടെ മെഴുകുന്നത്.
ഇത് അറിയുന്ന ആളുകൾ എന്താ ചെയ്യുന്നത്? അവർ ഈ തർക്കത്തിനൊന്നും നിൽക്കില്ല. അവർ നേരെ കൈവെട്ടാനും കാലുവെട്ടാനും ഇതുപോലുള്ള പണം പിരിക്കാനും അതിന് ഇറങ്ങി നടക്കുകയാണ്. അവർക്ക് ഇതൊന്നും അല്ല അവരുടെ ലക്ഷ്യം എന്ന് പറയുന്നത്. അവരുടെ ലക്ഷ്യം ഇതാണ്. നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടാവും, ഇപ്പൊ ഈ പോപ്പുലർ ഫ്രണ്ട് ഇതുപോലെയൊക്കെ സംഭവിച്ചു 2 വർഷം ആകുമ്പോഴേക്കും ഇവർ ഇത്ര മണ്ടന്മാരാണോ വീണ്ടും ഇതേപോലെ ഇങ്ങനെ വന്ന് ഈ കുഴിയിലേക്ക് ഈ ട്രാപ്പിലേക്ക് വന്ന് ചാടാൻ ഇത്ര മണ്ടന്മാരാണെന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ? എന്തുകൊണ്ടായിരിക്കും അവർ ഈ ശക്തി പ്രകടനം നടത്തി ഇതുപോലുള്ള കാര്യങ്ങൾ ചെയ്ത് വീണ്ടും ഇതിങ്ങനെ ഞങ്ങളെ പിടിച്ചോ എന്ന് പറയുന്ന രീതിയിലേക്ക് വന്ന് നിൽക്കുന്നത്? ഇവർ നടത്തുന്ന സാമ്പത്തിക ഇടപാടുകളൊന്നും ട്രേസ് ചെയ്യാൻ പറ്റാത്ത വിധം മണ്ടന്മാരാണോ നമ്മുടെ നാട്ടിലുള്ള ഈ ഇന്റലിജൻസ് ഓഫീസേഴ്സ് എന്നൊക്കെയാണോ ഇവർ ധരിച്ചു വെച്ചിരിക്കുന്നത്? അല്ല, അവർക്കറിയാം ഇതൊക്കെ ഉണ്ടെന്ന്. പക്ഷെ ഇത് ചെയ്യൽ അവരുടെ ബാധ്യതയാണ്. കാരണം അത് ജിഹാദാണ്. ഈ ജിഹാദ് ചെയ്യാൻ മുഹൂർത്തമില്ല. അത് എപ്പോൾ നിങ്ങൾക്ക് പറ്റുന്നു അപ്പോൾ ചെയ്യാന്നുള്ളതാണ്. ഇപ്പൊ ഗാസയിൽ നടക്കുന്ന വിഷയം പോലും അവിടെ എന്താ പറയുന്നത്? ഇപ്പോൾ ഈ ഒടുവിൽ അവിടെ ഇതുപോലെ കുട്ടിച്ചോറായി കഴിഞ്ഞപ്പോൾ ഗാസയിലുള്ള പള്ളിയിൽ ഇമാമുമാർ പറയാൻ തുടങ്ങി, ഇത്രയ്ക്ക് വേണ്ടിയിരുന്നില്ല, ഇതിങ്ങനെ നിങ്ങൾ സ്വയം നിങ്ങളുടെ ജനതയെ തന്നെ കൊന്നു കൊലവിളിക്കുന്ന രീതിയിലേക്ക് ഇതുപോലെ ജിഹാദുമായിട്ട് ഇറങ്ങരുത് എന്ന് പറഞ്ഞിട്ട് ഉപദേശിക്കുന്നതല്ലേ നമ്മൾ കണ്ടത്. അപ്പൊ ജിഹാദ് എന്ന് പറയുന്ന സാധനത്തിന് മുഹൂർത്തമൊന്നുമില്ല. അതെപ്പോൾ നിങ്ങൾക്ക് സാധിക്കുന്ന അപ്പം ചെയ്യാന്നുള്ളതാണ് അവരുടെ ധാരണ പ്രകാരം. അതിപ്പോൾ ചെയ്യാം എന്നതാണ് അവരുടെ ധാരണ. അവർ ചെയ്തു, കുടുങ്ങി. ഇനി അടുത്തത് നിരോധനമാകാം. അതിനുള്ള സാധ്യതയാണ് കൂടുതൽ. കാരണം ഇത് തീവ്രവാദമാണ്. ഇവിടെ ഒരു പൊളിറ്റിക്കൽ പാർട്ടിക്കും ഇങ്ങനെ ഒരു ദുര്യോഗം, ഇങ്ങനെ നേരെ പോയിട്ട് ഇന്ത്യയെ ഒരു ഇസ്ലാമിക രാജ്യമാക്കുക അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും രാജ്യമാക്കുക, അതിനു വേണ്ടിയിട്ട് തീവ്രവാദം, അതിനു വേണ്ടിയിട്ട് തുർക്കിയുമായിട്ടും ഇറാനുമായിട്ടും ഹമാസുമായിട്ടൊക്കെ ബന്ധം സ്ഥാപിക്കുക എന്നൊക്കെ പറയുന്ന ആ ഒരു ഗതികേടും അത്തരത്തിലുള്ള ഒരു തുരപ്പമണിയും അത് വേറെ ആരും ചെയ്തിട്ടില്ല. അത് നമ്മളുടെ സ്വന്തം ഇസ്ലാമിക ജിഹാദിന് മാത്രം സ്വന്തമാണ് എന്ന് നമ്മൾ സമ്മതിക്കേണ്ടതായിട്ട് വരും.